ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോ നമ്മൾ കുറെ നാളത്തെ ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണ് കേട്ടോ NHS വിസ സ്പോൺസർഷിപ്പ് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഷുവർട്ടി വരണമല്ലോ. ഞങ്ങളും ഞങ്ങളുടെ വിസ പ്രോസസ്സും കാര്യങ്ങളും ആയിട്ട് നടക്കുമായിരുന്നു. അപ്പം അവിടെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നതുകൊണ്ട് നമുക്കൊരു ഉറപ്പ് കിട്ടണമല്ലോ. നമുക്ക് ആദ്യം വിസ കിട്ടും എന്നൊരു ഉറപ്പായാലേ നമുക്ക് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ഒക്കെ പോയതുകൊണ്ടാണ് നമ്മൾ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇത്രയും താമസിച്ചത്. കുറെ പേര് നമ്മളോട് മെസ്സേജ് ഒക്കെ ചോദിച്ചു, ഇപ്പൊ വീഡിയോസ് എന്താ കാണാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ആ ഒരു ടൈം നമ്മൾ ഒരു കുറച്ച് സ്ട്രഗിളിലൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈം ആയതുകൊണ്ടാണ് ആ സമയം നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും സമയം കണ്ടെത്താണ്ടിരുന്നത് മെയിനായിട്ടും. ഇപ്പൊ ഞങ്ങളൊരു ലാസ്റ്റ് ഒരു 2-3 months ആയിട്ട് നമ്മൾ ഇതിന്റെ പുറകെ നടന്നുകൊണ്ടിരുന്നപ്പോ നമ്മൾ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് കിട്ടിയ കുറെ പുതിയ അറിവുകളുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. ഇപ്പം നമ്മളിപ്പോ എങ്ങനെ നോക്കിയാലും നമുക്കറിയാലോ, ഇപ്പൊ വിസ കിട്ടുക എന്ന് പറയുന്നത് ഇവിടെ നല്ലൊരു സ്ട്രഗിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഏറ്റവും അടുത്ത സർക്കിളിൽ വരുന്ന ആൾക്കാർ പോലും ചിലപ്പോൾ വിസ കിട്ടാണ്ട് തിരിച്ച് നാട്ടിൽ പോകുന്നവരെയൊക്കെ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുക ഒത്തിരി. അപ്പം ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു ഇൻഫർമേഷൻ, നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. നമ്മളെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് അറിയായിരിക്കും നമ്മൾ 1-to-1 അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം. അപ്പം ഒരുപാട് എൻക്വയറീസ് നമുക്ക് അതിൽ വരാറുണ്ട് കേട്ടോ. കൂടുതൽ ആൾക്കാരും ഒരു സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ടായിരിക്കും. കുറച്ച് പേർക്ക് ഇന്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പം ഇങ്ങനെ വരുന്നതില് ഞാൻ പൊതുവെ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മളിവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ പലയിടത്ത് ജോലി, ഇപ്പൊ ഒരു വെയർ ഹൗസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പുകളിൽ അങ്ങനെ പലയിടത്ത് ജോലി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ വിസ ആയി എന്നൊരു റിയലൈസേഷൻ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഈ NHS ഒരു വിസ എന്നുള്ള കാര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടൊരു ജോബിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ വന്നിട്ടുള്ള ഒത്തിരി പേരെ ഞാൻ കണ്ടു. കാരണം ലാസ്റ്റ് മൊമെന്റിൽ ഒരു 6 monthോ അല്ലെങ്കിൽ ഒരു 5 monthോ 4 monthോ ഒക്കെ വിസ തീരാൻ ബാക്കിയുള്ള ടൈമിൽ NHS വിസ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ, ഏത് ജോബിൽ ട്രൈ ചെയ്താൽ കിട്ടും എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെ ഒരു ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ NHS നോക്കി കഴിയുമ്പോൾ അവിടെ ഒരു വിസ കിട്ടുക എന്ന് പറയുന്ന ചാൻസ് വളരെ കുറവാണ്. കിട്ടില്ല എന്നല്ലാട്ടോ ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരു ബാൻ 6ഓ ബാൻ 7ഓ ഒക്കെ നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടുമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇവിടെ തന്നെ ഒരു കോഴ്സ് ഒക്കെ ചെയ്ത് ഗ്രാജുവേറ്റ് വിസയിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിസ കിട്ടും. ഡിപ്പെൻസ് ഓൺ ദി ട്രസ്റ്റിന്റെ പോളിസിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിസ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളൊരു ബാൻ 2 ബാൻ 3 ജോബിലൊക്കെ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളിപ്പോ ഒരു ഗ്രാജുവേറ്റ് വിസയിലൊക്കെ നിന്ന് കഴിയുമ്പോൾ, ഒരു കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ ഏറ്റവും എളുപ്പം ഒരു ബാൻ 2ലോ ബാൻ 3ലോ ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒരു എൻട്രി കിട്ടി അവിടെ പെട്ടെന്നൊരു വിസ കിട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ശരിയാണ്, നമ്മളും പലയിടത്തും പറഞ്ഞിട്ടുണ്ട് NHS എക്സംഷൻസ് ഉണ്ട്, ഈ ത്രെഷ് ഹോൾഡ് മീറ്റ് ചെയ്യുന്നതിനകത്ത് എക്സംഷൻസ് കിട്ടുമെന്ന്. NHS എക്സംഷൻ ഉണ്ട്, പക്ഷേ അതിനും 2 വശമുണ്ട്. ഹെൽത്ത് ആൻഡ് കെയർ വിസ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ജോബുകളുണ്ട്. ഈ ജോബുകൾക്ക് മാത്രമാണ് ഈ സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണ്ട എന്നൊരു എക്സംഷൻ ഉള്ളത്. ബാക്കി വരുന്ന ഏത് ജോബാണെങ്കിലും അതിന് നമ്മൾ സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. പിന്നെ അവിടെയും കിട്ടുന്ന ഒരു റിലാക്സേഷൻ, അവിടെയും പല റിലാക്സേഷൻസ് വരുന്നുണ്ട് നമുക്ക്. അത് നമുക്ക് പോകെ പറഞ്ഞു തരാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, NHS ഒരു ജോബ് കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ ജോബിനും ഈ സാലറി ത്രെഷോൾഡ് മീറ്റ് ചെയ്യണ്ട എന്നില്ല. അതിന് ഒരു പർട്ടിക്കുലർ ജോബ് ഹെൽത്ത് ആൻഡ് കെയർ കാറ്റഗറിയിൽ വരുന്ന, നിങ്ങളിപ്പോ UKVAയുടെ സൈറ്റിലൊക്കെ കയറി ഹെൽത്ത് ആൻഡ് കെയർ വിസ കാറ്റഗറിയിൽ വരുന്ന ജോബുകളുടെ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. ആ ഒരു ലിസ്റ്റിൽ വരുന്ന ജോബുകൾക്ക് മാത്രമാണ് ഈ ഒരു സാലറി ത്രെഷോൾഡ് മീറ്റ് ചെയ്യണ്ട എന്നുള്ള ഒരു എക്സംഷൻ ഉള്ളത്. അതിനകത്ത് വരുന്നതാണ് ഹെൽത്ത് കെയർ വിസ, സീനിയർ കെയർ വിസ, അതുപോലെ തന്നെ ലബോറട്ടറി ടെക്നീഷ്യൻ, പിന്നെ ഡോക്ടേഴ്സ്, നഴ്സസ്, അങ്ങനെ വരുന്ന ജോബ് കാറ്റഗറീസ് എല്ലാം ഇതിനകത്ത് മെയിൻ ആയിട്ടും കടന്നു വരുന്നത്. ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോ എനിക്ക് വന്ന ഇപ്പൊ ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് ആയിട്ട് ജോബ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് വന്ന എൻക്വയറി കൂടുതലും ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലേക്ക് ജോബ് നോക്കുന്നവരായിരുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി എന്താന്ന് വെച്ചാൽ, NHS അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ ഒരു വിസ കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ ബാൻ 5 എങ്കിലും അച്ചീവ് ചെയ്യണം. ബാൻ 5ഉം
എനിക്ക് സംശയമാണ്. മിനിമം ബാൻഡ് 5 എങ്കിലും നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കണം. ബാൻഡ് 6 ഒക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ഒരു ഉറപ്പുണ്ട്. ഓക്കെ, നമ്മൾ സാലറി ക്രൈറ്റീരിയ ഏറെക്കുറെ മീറ്റ് ചെയ്യും. അപ്പൊ നമുക്കൊന്ന് വിസയെ കുറിച്ച് സംസാരിക്കാമെന്നെങ്കിലും നമുക്കൊരു ഓപ്ഷൻ വരും. ബാൻഡ് 5 നമുക്കൊന്ന് സംസാരിച്ച് നോക്കാമെന്നൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഒരു ബാൻഡ് 2, ബാൻഡ് 3 പൊസിഷനിലൊക്കെ നിന്നുകൊണ്ട് നമുക്ക് വിസ കിട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിലൊന്നും തന്നെ ഇതുപോലെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലോ ഹെൽത്ത് ആൻഡ് കെയർ വിസ ആ ഒരു കാറ്റഗറിയിലോ ഒന്നും വരുന്ന ജോബുകളല്ല. അതുകൊണ്ട് അവിടെ അത്രയും ഒരു സ്ട്രഗിൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മളൊരു ബാൻഡ് 3 അല്ലെങ്കിൽ ബാൻഡ് 2 എൻട്രി കിട്ടി, അവിടെ നിന്ന് ഡയറക്റ്റ് ജമ്പ് ചെയ്തൊരു ബാൻഡ് 5 കയറുക എന്ന് പറയുന്നത് നടക്കില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ ടാലന്റും അവരുടെ എക്സ്പീരിയൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കണം. അവിടെ എത്രത്തോളം അത് നമുക്ക് ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പോൾ ഏത് ട്രസ്റ്റ് ആണെങ്കിലും ആ ട്രസ്റ്റിലുള്ള നിലവിലുള്ളവർക്കായിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അവിടെ ഉള്ള ആൾക്കാരുടെ വിസ, ഇപ്പോൾ ആ ട്രസ്റ്റ് തന്നെ നിൽക്കുന്നവർക്ക്, ട്രസ്റ്റ് ഓൾറെഡി വിസ സ്പോൺസർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ COS ഇഷ്യൂ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരുടെ COS ചിലപ്പോൾ എക്സ്പയറി ആവാൻ ടൈം ആയിരിക്കും. അപ്പൊ അവർക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടുക. അതുപോലെ തന്നെ ട്രസ്റ്റിൽ ഒരു ലോങ് പീരീഡിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടും. എന്നിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് എൻട്രി എടുക്കുന്ന നമുക്ക് ഒരു ഓപ്ഷൻ കിട്ടുക, നമ്മളെ ഒന്ന് കൺസിഡർ ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും. അപ്പം ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഞാൻ കിട്ടിയ ഇൻഫർമേഷനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഒരു ട്രസ്റ്റിന് അവർക്കൊരു വർഷം ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന COSകൾക്കൊരു ലിമിറ്റ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ആ ഒരു ലിമിറ്റ് വെച്ചിട്ട് അവരുടെ അനാലിസിസ്, അവരുടെ പ്രയോറിറ്റി എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്കൊരു വിസ സ്പോൺസർഷിപ്പ് കിട്ടുക എന്നുള്ളത്. ഞാനിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ചലഞ്ചുകളും ഒന്നും ഡയറക്ട്ലി ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസ കാറ്റഗറിയിൽ വരുന്ന ജോബുകളെ അത്ര കണ്ട് അഫക്ട് ചെയ്യില്ല കേട്ടോ. അവർക്ക് കമ്പാരിറ്റീവ്ലി ഇത് കുറച്ചും കൂടെ ഈസിയാണ്. ഒരു സ്പോൺസർഷിപ്പ് ജോബിലേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഈസിയാണ്. ഞാൻ ഈ പറയുന്നത് സാധാരണ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിൽ അങ്ങനെയൊക്കെ ജനറൽ ജോബുകളൊക്കെ വരുന്നില്ലേ, നോൺ ക്ലിനിക്കൽ ജോബുകൾ, അങ്ങനെ അപ്ലൈ ചെയ്യുന്നവര് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുന്നിൽ കാണേണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അവരോട് ചോദിക്കാറില്ലേ സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അത് ചില സമയത്ത് അത് നമുക്ക് വില്ലനായിട്ട് വരാറുമുണ്ട്. എന്താന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പം എന്റെ ഹസ്ബൻഡിന്, നിങ്ങൾ ഇതിന്റെ തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ബാൻഡ് 5 പോസ്റ്റില് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആ സെയിം ടൈമിൽ 2 ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. ഒരെണ്ണം കാർഡിഫിലും ഒരെണ്ണം ഷെഫീൽഡിലും ആയിരുന്നു. അപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് നമുക്ക് ജോബ് ഓഫർ വന്നത് ഷെഫീൽഡിൽ നിന്നായിരുന്നു. അപ്പൊ നമ്മൾ അവരോട് ജസ്റ്റ് വിസയുടെ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചായിരുന്നു. അപ്പൊ അവിടെ നിന്ന് നമുക്ക് അവർ തന്നൊരു മറുപടി എന്ന് പറയുന്നത്, ഓൾറെഡി അവരുടെ ട്രസ്റ്റില് ഇപ്പൊ തന്നെ വിസ സ്പോൺസർഷിപ്പ് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മുടെ വിസ തീരുന്ന ടൈമിലേക്ക് നമുക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ അവസാനം നമ്മൾ ആ ജോബ് ഓഫർ വേണ്ടെന്ന് വെക്കേണ്ട വന്നു. അപ്പോൾ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വിസ എത്ര നാളുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഇനിയിപ്പോ ഒരു 6 മാസമൊക്കെ വിസയുള്ളൂ, തീരാനുള്ളൂ. അപ്പൊ നമുക്കൊരു ബാൻഡ് 3 ബാൻഡ് 4 ഒരു ജോബ് കിട്ടി. ആ ടൈമിൽ നമ്മൾ ഇനി വിസ സ്പോൺസർ ചെയ്യോ ഇല്ലയോ എന്നുള്ളത് അവിടെ വെച്ച് ക്ലാരിഫൈ ചെയ്യാണ് നല്ലത്. കാരണം നമുക്കൊരു റിസ്ക് എടുക്കാനുള്ള ടൈം ഇല്ല. പക്ഷെ നിങ്ങൾക്ക് സമയമുണ്ട്, ഒരു വർഷം 1.5 വർഷമൊക്കെ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ പോയി ഈ വിസേനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാണ്ടിരിക്കുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. അത് നിങ്ങൾക്ക് എന്താണോ ബെറ്റർ എന്ന് തോന്നുന്നത് അങ്ങനെ ചെയ്യാം. അപ്പൊ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി ഭാവിയിൽ കിട്ടിയെന്നിരിക്കും. ഇപ്പോൾ ഒരു ബാൻഡ് 4 നമുക്കൊരു എൻട്രി കിട്ടുന്നത്. ഒരു ബാൻഡ് 4 ജോബിലൊക്കെ നമ്മൾ കയറി ഡയറക്ട്ലി അവിടെ പോയി വിസയുടെ കാര്യങ്ങൾ സംസാരിച്ച് ഒരു കോംപ്ലിക്കേഷൻ ആക്കുന്നതിലും നല്ലത് നമ്മൾ ആ മാക്സിമം എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ നോക്കിയിട്ട് അവിടെ നിന്ന് ഒരു അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അത് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചൂസ് ചെയ്യുക. ഇനി ഞാൻ ഈ നെഗറ്റീവ് അടുപ്പിക്കുന്നത് നിർത്തിയിട്ട് എങ്ങനെ നമുക്കൊരു ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എവിടേക്ക് നമുക്കൊരു ലൈറ്റ് കണ്ടുപിടിക്കാം എന്നുള്ളതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം.
ഇപ്പൊ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ബാൻ 4-ലാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് എന്തായാലും എനിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എനിക്ക് അറിയായിരുന്നു, ഓക്കെ ബാൻ 2-ലും ബാൻ 3-ലും ഒന്നും എന്തായാലും വിസ കിട്ടാൻ പോകുന്നില്ല. ഞാനൊരു ബാൻ 5 ആ ഒരു ലെവലിലേക്ക് വന്നാലാണ് എനിക്ക് വിസയെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ എന്ന് എനിക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു. ഇപ്പം എന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം മെക്കാനിക്കലിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മെക്കാനിക്കൽ ജോബുകൾ ഒരു പരിധി വരെ കുറെയൊക്കെ, എല്ലാം ഒന്നുമല്ല, ചില ജോബുകൾ ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനെ വെച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ ഒരു വിസയുടെ കാര്യം സംസാരിക്കുമ്പോൾ, ഒരു സ്പോൺസർഷിപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഡയറക്ട്ലി അവിടെ നിന്ന് ഓക്കെ ഞങ്ങൾ സ്പോൺസർ ചെയ്തോളാം, ഞങ്ങൾ സ്പോൺസർഷിപ്പ് തരാം എന്നൊരു മറുപടി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കരുത്. ഒരു നോ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടുള്ളൂ. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജോബ് എന്താണ്, എന്തൊക്കെ സാധ്യതകളാണ് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തരാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് ഏത് കാറ്റഗറി വരുന്നതാണ്, ഇതുപോലെ ഹെൽത്ത് ആൻഡ് കെയർ വിസയിൽ വരുന്നതാണോ, അല്ലെങ്കിൽ ഷോർട്ടേജ് ഒക്കുപേഷനിലുള്ള ജോബാണോ, എന്താണ് നിങ്ങളുടെ ജോബ് കോഡ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ UKVAയുടെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ജോബ് കോഡ് ഫൈൻഡർ ടൂളുകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജോബ് കോഡ് ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് ധാരണ ഫസ്റ്റ് ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് ഇതിൽ എന്തെങ്കിലും ഒരു എക്സംഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എപ്പോഴും ചിന്തിക്കാം. ഇതുപോലെ ഇപ്പൊ പറഞ്ഞ പോലെ ഹെൽത്ത് ആൻഡ് കെയർ കാറ്റഗറിയിൽ വരുന്ന ജോബാണോ, അല്ലെങ്കിൽ ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റിൽ വരുന്നതാണോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സാലറി ത്രെഷോൾഡ് മീറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമുക്ക് പേയ്മെന്റ് കുറവാണെങ്കിലും നമുക്ക് വിസയുടെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്, നമ്മൾ ഇവിടെ തന്നെ ഒരു കോഴ്സ് ചെയ്ത ആളാണ്, അല്ലെങ്കിൽ നമ്മൾ ഗ്രാജുവേറ്റ് വിസയിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 38,000 എന്നുള്ള ആ ഒരു എമൗണ്ടിലേക്ക് എത്തണമെന്നില്ല. നമുക്കൊരു 30-31 ആ റേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിസയെ കുറിച്ച് സംസാരിക്കാനായിട്ട് പറ്റും. കാരണം ഗ്രാജുവേറ്റ് വിസയിൽ നിൽക്കുന്ന ആളുകൾക്ക് കുറഞ്ഞ പേയ്മെന്റ് ഇപ്പം ആ ഒരു ലെവലിൽ ഇപ്പോൾ ഓൺഗോയിങ് റേറ്റിൽ താഴെയാണെങ്കിലും പേ ചെയ്താൽ മതി എന്നുള്ളത് UKVAയുടെ സൈറ്റിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ കിട്ടുന്ന ഒരു എക്സംഷൻ എന്ന് പറയുന്നത്, നമുക്ക് 26 വയസ്സിൽ താഴെയാണെങ്കിൽ അങ്ങനെ ഒരു ചെറിയൊരു എക്സംഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമുക്കൊരു PhD ഉണ്ട്, അങ്ങനെയൊക്കെ, അങ്ങനെ പല പല എക്സംഷൻസ് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കി വെക്കുക. ഇത് UKVAയുടെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നേ ഉള്ളൂ. ഞാൻ പറയണെന്ന് വെച്ചാൽ നമ്മൾ വ്യക്തമായിട്ടൊരു നമ്മളായിട്ടൊരു ഹോംവർക്ക് ചെയ്തിട്ട് പോവാ. നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തോ ഇരിക്കാതെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ തന്നെ കണ്ടെത്താനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് എപ്പോഴും എടുക്കുക. പിന്നെ പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റിൽ വരുന്ന ജോബുകൾ, അങ്ങനെ ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റിൽ വരുന്ന ജോബുകളാണെങ്കിൽ, ഇപ്പൊ ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റ് അല്ല ഉള്ളത്, ISL ലിസ്റ്റ് ആണുള്ളത്, ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ്. ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിൽ വരുന്ന ജോബുകളുടെ അതിനകത്ത് ഓരോ ജോബിനും ഓരോരോ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു അപ്പർ ലിമിറ്റും ഉണ്ട്, ഒരു ലോവർ ലിമിറ്റും ഉണ്ട്. അപ്പൊ അതിനകത്ത് ആ അപ്പർ ലിമിറ്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷെ എനിക്ക് അതിലൊരു ക്ലാരിറ്റി കുറവുണ്ട്. കാരണം നമ്മൾ നമ്മുടെ വിസയുടെ നമുക്കിതുപോലെ പല കൺഫ്യൂഷൻസ് വന്ന സമയത്ത് നമ്മൾ ഒരു തവണ ഇതുപോലെ UKVAയുടെ ഹെൽപ്പ് ലൈനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് നമ്മളോട് പറഞ്ഞ കാര്യം, ISL ലിസ്റ്റിൽ വരുന്ന ജോബ് ആണെങ്കിൽ അതിന്റെ ലോവർ ലിമിറ്റ് നോക്കിയാൽ മതിയെന്നാണ്. പക്ഷെ നമ്മൾ നമ്മുടെ HR-നോടൊക്കെ സംസാരിച്ച സമയത്ത് അവര് അപ്പർ ലിമിറ്റ് നോക്കാനാണ് നമ്മൾ അഡ്വൈസ് ചെയ്തത്. അതിനകത്ത് എനിക്കൊരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ തരുവാണെങ്കിൽ നല്ലതായിരിക്കും. മീൻസ് ഇത് ഫോളോ ചെയ്യുന്നവർക്കും നല്ലതായിരിക്കും. അപ്പം ISL ലിസ്റ്റിൽ വരുന്ന ജോബുകളാണോ എന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചേ. എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ, ഒരു വർഷം 1.5 വർഷം മുന്നേ ഒക്കെ ഇതുപോലെ NHSൽ ജോബ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ പല ട്രസ്റ്റുകളിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആയി ഇന്റർവ്യൂവിന് നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് ഫസ്റ്റ് ഒരു മെയിൽ വരുമായിരുന്നു, നിങ്ങളുടെ വിസ എങ്ങനെയാണ്, എന്നാണ് അത് എക്സ്പയർ ആവുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പക്ഷെ ഈ ഒരു 6 മാസം ഒക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു മെയിൽ ഞാനിപ്പോ കാണാറില്ല. അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പോളിസി ചേഞ്ചിന്റെ ഭാഗമൊക്കെ ആയിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പല ജോബിനും വിസ തരാൻ പറ്റില്ല എന്നുള്ളത് അവര് ആദ്യമേ തന്നെ പറയുമായിരുന്നു. ഇപ്പൊ അങ്ങനെ വിസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മീൻസ് അഡ്വർടൈസ് ചെയ്യുന്ന ജോബുകളും വളരെ കുറച്ചേ ഞാൻ കാണാറുള്ളൂ. അതിന്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പോളിസി ചേഞ്ചിന്റെ ഭാഗമായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പൊ പറഞ്ഞു വന്ന കാര്യം, ഞങ്ങളുടെ ജോബ്, അതായത് ഇപ്പൊ ഹസ്ബൻഡ് ചെയ്യുന്ന ജോബ്
അത് അഡ്വർടൈസ് ചെയ്ത സമയത്തൊന്നും ഇത് വിസ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്കൊരു ചെറിയ ഹോപ്പ് ഉണ്ടായിരുന്നു, കിട്ടുമായിരിക്കും, ബാൻ 4 അല്ലേ, കിട്ടുമായിരിക്കും എന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മള് ഡയറക്റ്റ് നമ്മുടെ ആയിട്ട് മീൻസ് ഈ ഒരു പൊസിഷനിലേക്ക് കയറി വലിയ താമസമില്ല നമ്മള് HR ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിച്ച സമയത്ത് അവര് നമ്മളോട് ക്ലിയർ ആയിട്ട് ഒരു നോ പറഞ്ഞു. ഈ ഒരു പേരിൽ ഒരു ജോബ് കോഡ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ജോബ് കോഡ് ഇല്ല ഇതിന്, അതുകൊണ്ട് നമുക്ക് വിസ തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവർ ക്ലിയർ ആയിട്ടൊരു നോ പറഞ്ഞു. പക്ഷെ നമുക്ക് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ UK വിളിക്കുന്നത്. അപ്പൊ അവർ നമ്മളോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ നോക്കുമ്പോൾ ആ ലിസ്റ്റ് ഫുള്ള് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സെയിം പേരിൽ തന്നെ ഒരു ജോബ് കോഡ് നിങ്ങൾക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റണം എന്നില്ല. പക്ഷെ അതിനകത്ത് കുറെ സബ് ഡിവിഷൻസ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ജോബ് കോഡിന്റെ അണ്ടറിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ജോബ് ടൈറ്റിലുകളൊക്കെ അവര് നമ്മളോട് പറയുന്നുണ്ട്. അത് നിങ്ങൾ ആ ജോബ് കോഡ് ഫൈൻഡർ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ടൈറ്റിലുകൾ എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് പോയപ്പോഴാണ് നമുക്ക് നമ്മുടെ ജോബ് കോഡ് എന്താന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ HR സംസാരിക്കാൻ പോയില്ല. നമ്മൾ നമ്മുടെ മാനേജറെയാണ് അപ്രോച്ച് ചെയ്തത്. ഇതുപോലെ നമുക്ക് കിട്ടിയ മറുപടി ഇങ്ങനെയാണ്, ജോബ് കോഡ് ഇല്ലെന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇതുപോലെ ജോബ് കോഡ് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത്. എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ മാനേജ്മെന്റിനെ അപ്രോച്ച് ചെയ്തു. എന്തോ ദൈവഭാഗ്യത്തിന് ഏതാണ്ട് അതിനോട് അടുപ്പിച്ച് തന്നെയാണ് ഈ ഒരു മാസത്തിനുള്ളിൽ ഹസ്ബൻഡിന് 2 ബാൻ 5 ജോബും കൂടെ കിട്ടിയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രഷറും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ആളെ വേണം എന്ന്, മീൻസ് അവർക്ക് അവിടെ ഷോർട്ടേജ് ഉണ്ട്, ആളവിടെ നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് അവർ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നല്ലപോലെ പ്രഷറൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഈ ജോബ് കോഡ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം എന്നൊക്കെ ഒരു ഡിസിഷൻ HR ഭാഗത്ത് നിന്ന് വന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, എന്തെങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ടൊരു യെസ് കിട്ടും, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ശരിയാക്കി തരാമെന്നൊരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പോവരുത്. ഒരു നോ കിട്ടിയാലും നിങ്ങളായിട്ട് ഒരു ഹോംവർക്ക് എപ്പോഴും ചെയ്യുക. എന്തെങ്കിലുമൊക്കെ വഴികളുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് NHS ചെയ്യുമ്പോൾ. പിന്നെ ഒരു പരിധി വരെ ഇപ്പോൾ ചിലപ്പോൾ പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടക്കും. ഞാൻ അങ്ങനെ പല കഥകളും കേട്ടിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കും. പക്ഷെ NHS വരുമ്പോൾ അങ്ങനത്തെ ഒരു ഉടായ്പ പരിപാടികൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും വെച്ചിട്ട് അങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റുകളും കാര്യങ്ങളും ഒന്നും ചിലപ്പോൾ നടക്കണമെന്നില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു പ്രോപ്പർ ചാനലിൽ കൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. കുറച്ചും കൂടെ നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടും. നമ്മുടെ മാനേജർ അങ്ങനെ ആ ഒരു പ്രോപ്പർ ചാനലുണ്ടല്ലോ, അങ്ങനെ നമ്മളൊരു വിസയുടെ കാര്യത്തിനൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ ഭാഗം ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇരിക്കാനുള്ള സാധ്യതയുണ്ട്, ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടോ. ഇതിനോട് ചേർത്ത് വെച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളിപ്പം ഒരു ജോബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് എവിടെയാണെങ്കിലും നല്ലതായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് NHS നമ്മളൊരു ജോബിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ യൂണിയനിലും കൂടെ നമ്മളൊന്ന് മെമ്പർഷിപ്പ് എടുത്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പല കാര്യത്തിനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ സംസാരിക്കാൻ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ഔട്ട്സൈഡേഴ്സ് ആയതുകൊണ്ടും തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു യൂണിയനിലൊക്കെ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അവരുടെ ഭാഗത്തുനിന്നെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടും. അപ്പോ നിങ്ങൾ അതും കൂടെയൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. കാരണം നമ്മളിത് തുടങ്ങിയ സമയത്തൊന്നും ഇങ്ങനെ ആരും നമുക്കങ്ങനെ പറഞ്ഞു തരാനോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോ പിന്നെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകുമ്പോൾ ഓക്കെ അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ, അങ്ങനെയൊക്കെ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് ഒരു മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിടുവാണെങ്കിൽ നമുക്ക് വലിയ എമൗണ്ട് ഒന്നും അതിന് വേണ്ടിയിട്ട് മുടക്കൊന്നും വരുന്നില്ല. പക്ഷെ നമുക്ക് ചിലപ്പോൾ ഒരു ആവശ്യം വരുമ്പോൾ ഒരു പ്രോപ്പർ സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടിയെന്നിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ എപ്പോഴും എന്താണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്, നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങളും എല്ലാം ഒന്ന് നോക്കി നമ്മുടെ കയ്യിൽ ഇനി എത്ര സമയം ബാക്കിയുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു പ്ലാനൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ ഈ ലാസ്റ്റ് നിമിഷം ചെന്ന് ഒരു ബാൻ 2 കയറി നമുക്ക് വിസ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ആ സമയം കൂടെ വേസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻ അതിനനുസരിച്ചൊരു നല്ല പ്ലാൻ ഉണ്ടാക്കി നോക്കുക. വിസ കിട്ടാൻ ഒരുപാട് പാടുണ്ട്, അതുപോലെ തന്നെ ഈസി ആയിട്ട് വിസ കിട്ടുന്നവരും ഉണ്ട്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട് പോലെ ഇരിക്കുമല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ കയറിയാലും നമ്മളവിടെ നമ്മുടെ മാക്സിമം കൊടുക്കുന്നുണ്ട്, നമ്മളെ അവർക്ക് വേണം എന്നുണ്ടെങ്കിൽ വഴികൾ ചിലപ്പോ
പലതും ഉണ്ടായി വരും. വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളവിടെ എന്ത് പറഞ്ഞിട്ടും കഥയൊന്നും ഉണ്ടാവില്ല. എപ്പോഴും തരണോ വേണ്ടയോ എന്നുള്ളത് ആ ഒരു ട്രസ്റ്റിന്റെ പോളിസിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും 1-to-1 അസിസ്റ്റൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.